ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്ന് കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന PK കൃഷ്ണദാസ്. ജനവിധി അംഗീകരിക്കുന്നതായും കൂടുതൽ ശക്തിയോടെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും കൃഷ്ണദാസ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വ്യക്തമാക്കി. കാട്ടാക്കടയിൽ അടച്ചിട്ടിരിക്കുന്ന റെയിൽവേ റിസർവേഷൻ സെന്റർ വരുന്ന 10 ദിവസത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കുമെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഒപ്പമുണ്ടാകും. തോൽവിയെക്കുറിച്ച് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഞങ്ങൾ ഇത്തവണ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ വിജയം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിജയത്തിൽ കവിഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ജനവിധി ഉണ്ടായത്. ആ ജനവിധിയെ BJP NDA സ്വീകരിക്കുന്നു. മാത്രമല്ല, വിജയിച്ച UDF സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ജനവിധി ഉണ്ടായില്ല എന്നതിനെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് BJP മണ്ഡലം തലം മുതൽ ബൂത്ത് തലം വരെ പരിശോധിക്കും. മാത്രമല്ല, പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കാനുമുള്ള പരിഹാര നടപടികൾ സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പരിപാടികൾക്ക് BJP നേതൃത്വം നൽകും, രൂപം നൽകും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ വിഷയം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ റെയിൽവേ യാത്രക്കാർക്ക് വളരെ പ്രയോജനകരമായിരുന്ന ഒരു റെയിൽവേ റിസർവേഷൻ സെന്റർ കാട്ടാക്കടയിലുണ്ടായിരുന്നു. പക്ഷെ അത് റെയിൽവേ തന്നെ അത് റദ്ദുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയെ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ഘടകം, പഞ്ചായത്ത് ഘടകം, ഇവരെല്ലാം തന്നെ അതിൻ്റെ PACയുടെ റെയിൽവേ ബോർഡിൻ്റെ മുൻ ചെയർമാൻ എന്ന നിലക്ക് എന്നെ സമീപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വ്യത്യസ്ത സംഘടനകൾ, ഇപ്പോൾ വ്യാപാരി വ്യവസായി സമൂഹം, അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി, നിരവധി യാത്രക്കാരുടെ നിരവധി സംഘടനകൾ, മാധ്യമ സുഹൃത്തുക്കളും ഇക്കാര്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ പഞ്ചായത്ത് അധികൃതരാണ് ഈ റിസർവേഷൻ സെന്റർ നോക്കിയിരുന്നത്. അവർക്കായിരുന്നു നടത്തിപ്പിന്റെ ചുമതല. ആ ചുമതലയിൽ ചില അവ്യവസ്ഥകൾ ഉണ്ടായി. അതായത് അന്ന് റെയിൽവേ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ചില കൃത്രിമങ്ങളും അവ്യവസ്ഥകളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ അത് സെന്റർ റദ്ദ് ചെയ്തത്. ഇപ്പോൾ ഇന്ന് കാലത്ത് റെയിൽവേയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് വരുന്ന 10 ദിവസത്തിനുള്ളിൽ കാട്ടാക്കടയിലെ റെയിൽവേ റിസർവേഷൻ സെന്റർ പുനഃസ്ഥാപിക്കും. ഇതുപോലെ തന്നെ നിരവധി വികസന പദ്ധതികളാണ്. ബ്രഹ്മോസ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. ഈ കാട്ടാക്കടയ്ക്ക് അനന്തമായ വികസന സാധ്യതകൾ ബ്രഹ്മോസിലൂടെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല. അതിൻ്റെ DPR ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ DPR വന്നിട്ടില്ല. DPR വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കാട്ടാക്കടയിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് യുവാക്കന്മാർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്ന് കണ്ടെത്തി അത് പരമാവധി കാട്ടാക്കട ജനങ്ങൾക്കും യുവാക്കന്മാർക്കും പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. അതേപോലെ ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് റിംഗ് റോഡിലെ അതിൻ്റെ അതിനുവേണ്ടി സ്ഥല ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനെ സംബന്ധിച്ച് ഇത് തത്വത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നു. റിംഗ് റോഡിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഭൂമി നൽകിയിട്ടുള്ള സ്ഥലമുടമകൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. അത് പ്രയോഗത്തിൽ അത് നൽകാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥ തലത്തിൽ സമ്മർദ്ദം ചെലുത്തും. BJPയുടെ ഭാഗത്ത് അത് ഉണ്ടാകും. അതിൻ്റെ ജനങ്ങൾക്ക് സ്ഥലമുടമകൾക്ക് നൽകിയിട്ടുള്ള വാക്ക് ഞങ്ങളത് പാലിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമം ഉണ്ടാകും.